ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ച് നോക്കാം. നമ്മുടെ ജീവിതത്തിലെ തോൽവികളെ, പരാജയങ്ങളെ എങ്ങനെയാണ് നാം കാണുന്നത്? ജീവിതം തോറ്റുപോകുമ്പോൾ, ജീവിതത്തിൽ തോൽവിയുണ്ടാകുമ്പോൾ, പരീക്ഷയിൽ തോൽവിയുണ്ടാകുമ്പോൾ, ജോലിയിൽ തോൽവിയുണ്ടാകുമ്പോൾ, കുടുംബജീവിതത്തിൽ പരാജയമുണ്ടാകുമ്പോൾ അഥവാ തോൽവിയുണ്ടാകുമ്പോൾ എങ്ങനെയാണ് നാം വിജയത്തെ നേരിട്ട് കാണാൻ സാധിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു മരണത്തെപ്പോലും തോൽപ്പിച്ച് ഈ ലോകത്തെ അതിജീവിച്ചവനാണ്. ക്രിസ്തുവിൽ മാത്രമാണ് നമുക്ക് വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പരാജയത്തെ, നമ്മുടെ തോൽവിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. നമ്മുടെ തോൽവി, ഒരുപക്ഷെ ജീവിതത്തിലുണ്ടാകുന്ന തോൽവി, അത് നമ്മെ തോൽപ്പിക്കാൻ വേണ്ടിയല്ല, അത് നമ്മെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലിൻ്റെ ഭാഗമാണ്. ജീവിതത്തിൽ തോറ്റുപോയവർക്ക് കർത്താവ് നൽകുന്ന പാഠങ്ങൾ എന്താണ് എന്ന് അറിയുവാൻ, കർത്താവിനെ നേരിട്ടറിയാൻ നമുക്ക് സാധിച്ചാൽ, യേശുക്രിസ്തുവിനെ അറിയാൻ സാധിക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കാൻ സാധിക്കുന്നവർക്ക് ജീവിതം ഒരിക്കലും ഒരു തോൽവിയല്ല. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ, ജീവൻ്റെ ഉറവയായ ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതം ഒരിക്കലും തോൽവിയല്ല. ഈ ലോകം നമ്മെ പരാജയപ്പെടുത്തിയേക്കാം, തോൽപ്പിച്ചേക്കാം. പരീക്ഷകൾ നമ്മെ തോൽപ്പിച്ചേക്കാം. നമ്മുടെ കുടുംബത്തിൽ പലരും നമ്മെ തോൽപ്പിച്ചേക്കാം. ഈ ലോകത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ, ചുറ്റുവട്ടത്തുള്ളവർ, അധികാരികൾ നമ്മെ തോൽപ്പിച്ചേക്കാം. എന്നാൽ ക്രിസ്തുവിനെ സ്വന്തമായുള്ളവർക്ക് അതൊന്നും ഒരു തോൽവിയല്ല, അത് വിജയത്തിൻ്റെ മുന്നോടിയാകും. അതിനാൽ ഈ രാത്രിയിൽ നമ്മുടെ തോൽവിയെ ഓർത്ത് ദുഃഖിക്കാതെ കർത്താവിൽ വിജയം കണ്ടെത്തുന്നതിന്, കർത്താവിൽ നാം എല്ലാവരും വിജയികളാണ്. എന്തെന്നാൽ നമ്മെ നേടിയെടുക്കാൻ, നമ്മെ വിജയിപ്പിക്കാൻ കർത്താവായ ദൈവം യേശുക്രിസ്തു സ്വന്തം ജീവൻ വെടിഞ്ഞ് മരണത്തെ തോൽപ്പിച്ചവനാണ്. ഈ ലോകത്തിൽ മരണത്തെക്കാൾ അപ്പുറം മറ്റൊരു തോൽവിയില്ല. അതിനാൽ ആ മരണത്തെ തന്നെ, സാത്താനെ തന്നെ തോൽപ്പിച്ച ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവൻ ജീവിതത്തിൽ ഇനി ഒരിക്കലും പരാജയപ്പെടുകയില്ല. അവന് വിജയം അടിവച്ചുയരാൻ കർത്താവ് കൃപ നൽകും. അതിനാൽ ഈ രാത്രിയിൽ നമ്മുടെ വന്നുപോയ പിഴവുകളെ ഓർത്ത് മാപ്പു പറഞ്ഞ് കർത്താവിനെ വാഴ്ത്തുക, ജീവൻ്റെ ദൈവത്തെ വാഴ്ത്തുക, വിജയത്തിൻ്റെ നാഥനെ വാഴ്ത്തുക. ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ആത്മശോധന ചെയ്ത് ഉറങ്ങാൻ മുൻപ്, കർത്താവെ, നിന്നിൽ ഞാൻ ഒരിക്കലും തോൽക്കുകയില്ല. എന്തെന്നാൽ നീ എൻ്റെ കൂടെയുണ്ടെങ്കിൽ എപ്പോഴും എൻ്റെ കൂടെ വിജയമുണ്ട്, അഭിവൃദ്ധിയുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അതിനാൽ ഈ ജീവിതത്തിൽ വന്നുപോയ പരാജയങ്ങളെ ഓർത്തിനി ഞാൻ ദുഃഖിക്കുകയില്ല. എന്നെ കൈപിടിച്ച് നടത്തുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ അംഗീകരിക്കുന്ന, എന്നെ സ്വീകരിക്കുന്ന, ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ സ്വീകരിക്കുന്ന, എന്നെ കരുതുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ കരുതുന്ന എൻ്റെ ക്രിസ്തുവിനെ ഞാൻ സ്വന്തമാക്കാൻ എനിക്ക് കർത്താവേ കൃപ തരണമേ എന്നീ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിച്ച് സുഖമായ ഒരു ഉറക്കത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആശങ്കകളെയെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച്, നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവവചനം ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 103, 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു.
ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ നിൻ്റെ സ്നേഹവും കാരുണ്യവും സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ ഞങ്ങൾ നിൻ്റെ സന്നദ്ധിയിലെത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിത വഴികളിൽ ഞങ്ങൾക്ക് നേരിട്ട് കഴിഞ്ഞ എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഇന്നങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്നെ അറിയാൻ, നിന്നെ സ്നേഹിക്കാൻ, എല്ലാറ്റിലും ഉപരി എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാനും ആരാധിക്കാനും സ്വന്തമാക്കാനും ഈ രാത്രിയിൽ എന്നെ സഹായിക്കണമേ. കർത്താവേ, മരണത്തെ ജയിച്ച ക്രിസ്തുവേ, അങ്ങയെ ഞാൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എൻ്റേതാണ് കർത്താവേ, ഞാൻ അങ്ങയുടേതായതുപോലെ അങ്ങ് എനിക്കെല്ലാം ആകണമേ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന വ്യക്തിയായി എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവേ, ഞാൻ അങ്ങയെ വാഴിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങ് എല്ലാറ്റിലും ഉപരിയാണ്. അങ്ങ് എൻ്റെ ക്രിസ്തുവാണ്. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ യേശു ക്രിസ്തുവാണ്. ഞാൻ സ്നേഹിക്കുന്ന, എന്നെ വീണ്ടെടുത്ത, എന്നെ സൗഖ്യപ്പെടുത്തിയ, എന്നെ രക്ഷിച്ച എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവേ, ഈ രാത്രിയിൽ എൻ്റെ ശരീരത്തെ, മനസ്സിനെ, അന്തരാത്മാവിനെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്നെ സുഖപ്പെടുത്തണമേ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓരോരുത്തരെയായിട്ടും അവരുടെ ആവശ്യങ്ങളെ, അവരുടെ വ്യക്തിജീവിതത്തെ, അവരുടെ നിയോഗങ്ങളെ, അവരുടെ അന്തരാത്മാവിനെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. കരുണാമയനായ ദൈവമേ, അകൃത്യങ്ങൾ ക്ഷമിക്കുന്ന കർത്താവേ, രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന ദൈവമേ, ഞങ്ങളുടെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിച്ച കർത്താവേ, അങ്ങയുടെ സ്നേഹവും കാരുണ്യവും കണ്ട് ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തെ കിരീടമണിയിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ തോൽവിയെ എല്ലാം വിജയത്തിലെത്തിക്കുന്ന നാഥ, ഞങ്ങളുടെ ഓരോ തോൽവിയും ഓരോ വിജയത്തിൻ്റെ കഥ പറയാനുള്ള തുടക്കമാണ് എന്നത് ഞങ്ങളെ ഓർമ്മിപ്പിച്ചു തരുന്ന നാഥ, ഈ രാത്രിയിൽ ലോകത്തെ ജയിച്ച കർത്താവെ, മരണത്തെ കീഴ്പ്പെടുത്തിയ കർത്താവെ, നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു. ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഞങ്ങളുടെ തോൽവികൾ നിന്നിൽ അത് വിജയകരമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തെന്നാൽ ജീവിതത്തിൽ പരാജയപ്പെട്ടവരെ തേടിയാണ് ക്രിസ്തു വന്നിരിക്കുന്നത്. ജീവിതത്തിൽ വിജയിച്ചവരെയല്ല, തോറ്റവരെ ഓർത്താണ് ക്രിസ്തു വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാ മേഖലയിലും നാം തോറ്റിട്ടുണ്ട് എങ്കിൽ, ഏത് സാഹചര്യത്തിലും നമുക്ക് തോൽവിയാണ് സംഭവിച്ചതെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളെ അന്വേഷിച്ച് യേശു ക്രിസ്തു വന്നിരിക്കുന്നു. അവിടുത്തെ തിരിച്ചറിയാൻ, അവിടുത്തെ സ്വരം ശ്രവിക്കാൻ ഈ രാത്രിയിൽ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തു, പാപികളെ അന്വേഷിച്ചിറങ്ങിയ യേശു ക്രിസ്തു, ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയവരെ അന്വേഷിച്ചിറങ്ങിയ യേശു ക്രിസ്തു, ഇന്ന് മകനെ, മകളെ, നിന്നെ തേടി കണ്ടെത്തിയിരിക്കുന്നു. നീ വിശ്വസിക്കുക. യേശു ക്രിസ്തു നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, നിന്നെ മനസ്സിലാക്കുന്നു, നിന്നെ കരുതുന്നു, നിന്നെ അനുഗ്രഹിക്കുന്നു, നിന്നെ വിജയത്തിലെത്തിക്കുന്നു. നീ വിശ്വസിക്കുക. നാളത്തെ നിൻ്റെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. നീ ക്രിസ്തുവിനെ സ്വന്തമാക്കുക. നീ ക്രിസ്തുവിനെ സ്നേഹിക്കുക, ക്രിസ്തുവിനെ ആരാധിക്കുക. എല്ലാറ്റിലും ഉപരി ക്രിസ്തുവിനെ സ്നേഹിക്കുക. അവിടുന്ന് ഒരിക്കലും നിന്നെ തോൽപ്പിക്കുകയില്ല. വിജയം കർത്താവിൻ്റേതാണ്. ആ കർത്താവിനെ നീ സ്വന്തമാക്കുമ്പോൾ വിജയം നിൻ്റേതായി മാറും. അതിനാൽ ഈ രാത്രിയിൽ നമ്മെ വേദനിപ്പിച്ച എല്ലാ പരാജയങ്ങളെയും, എല്ലാ അവഗണനകളെയും, എല്ലാ തിരസ്കരണങ്ങളെയും കർത്താവിന് നൽകിക്കൊണ്ട് സുഖമായ ഒരു ഉറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാ ആവശ്യങ്ങളെയും, അവരുടെ അവസ്ഥയെ, വേദനിപ്പിക്കുന്ന അവസ്ഥയെ, മാനസികമായ വിഷമങ്ങളുള്ള ചില അവസ്ഥകളിൽ കൂടി കഴിഞ്ഞു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ രാത്രിയിൽ നീ സുഖപ്പെടുത്തണമേ. ഞങ്ങളിൽ നിന്ന് അകന്നു പോയവർക്ക് കർത്താവെ അവരെ തിരികെ കൊണ്ടുവരാൻ നിനക്ക് സാധിക്കും. കർത്താവെ, നിന്നിൽ നിന്ന് അകന്നു പോയവരെ ഈ രാത്രിയിൽ നീ തേടി കണ്ടെത്തി, നീ ഈ രാത്രിയിൽ അവരോട് കൂടെ ആയിരിക്കണമേ. അവരെ തിരികെ കൊണ്ടുവന്ന് നിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ, ആസ്വദിക്കുവാൻ, രുചിച്ചറിയുവാൻ. കർത്താവ് എത്ര കാരുണ്യവാനാണ്, ദയാലുവാണ്, കർത്താവ് എത്ര ശക്തിയുള്ളവനാണ് എന്ന്
അനുഭവിച്ചറിയുവാൻ എൻ്റെ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങൾക്ക് കാവലായി ദൈവമേ നീ ഞങ്ങളോട് കൂടെയുണ്ടാകണമേ. ഈ ലോകം മുഴുവനെയും ഞാൻ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. വിദേശത്തായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ദുഃഖിച്ചിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. പരാജയത്തിൻ്റെ പടുകുഴിയിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. പരീക്ഷ തോറ്റുപോയവരെ സമർപ്പിക്കുന്നു. കർത്താവേ, ജീവിതം തന്നെ തോറ്റവരെ സമർപ്പിക്കുന്നു. കുടുംബജീവിതം പരാജയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. ജോലിയിൽ ഉയരാൻ സാധിക്കാത്തവരെ സമർപ്പിക്കുന്നു. ഏതൊക്കെ കാരണമാണോ ഇന്ന് ദുഃഖത്തിൽ ആയിരിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്, ആ കാരണമെല്ലാം ഈശോയെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ എല്ലാവരും നിന്റെ അനന്തമായ സ്നേഹം രുചിച്ചറിയുവാൻ, നിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, എല്ലാറ്റിലും ഉപരിയാണ് ക്രിസ്തു എന്ന് മനസ്സിലാക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. ഈ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളും, ഓരോ തോൽവിയും, ഓരോ പരാജയവും ഞങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ക്രിസ്തുവിലാണ് എങ്കിൽ ആ വ്യക്തി ഒരിക്കലും പരാജയപ്പെടുകയില്ല. അതിനാൽ ഞങ്ങളുടെ തോൽവികളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ പരാജയങ്ങളെ ഓർത്ത് കർത്താവെ നന്ദി അർപ്പിക്കുന്നു. ഈ പരാജയമാണ് ക്രിസ്തുവിനെ കണ്ടെത്താൻ നിങ്ങളെ സഹായിച്ചതെങ്കിൽ ഈ പരാജയം തന്നെ ഒരു വിജയമാണ്. അതിനാൽ കർത്താവെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ പ്രാർത്ഥനയിലൂടെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ പ്രാർത്ഥന കേൾക്കുന്ന, ഇത് അനേകരുടെ കണ്ണുനീരൊപ്പാൻ ഇത് അയച്ചു കൊടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നീ നിൻ്റെ സന്തോഷവും സ്നേഹവും കൊണ്ട് നിറയ്ക്കണമേ. നിൻ്റെ സമാധാനവും കൃപയും കൊണ്ട് നിറയ്ക്കണമേ. ഈ രാത്രിയിൽ കർത്താവെ, നിന്നിൽ ആനന്ദിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളെല്ലാറ്റിലും ഉപരിയായി എൻ്റെ ദൈവമേ, നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. നല്ല ഒരു ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ പ്രാർത്ഥന അമ്മേ മാതാവേ, ലോകമെമ്പാടും ദുഃഖിച്ചിരിക്കുന്ന, പരാജയപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെ കയ്യിലും നീ ഈ പ്രാർത്ഥന എത്തിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നീ തോറ്റെടുത്തു നിന്ന് നിന്നെ അവിടുന്ന് ഉയർത്തട്ടെ. നിന്നെ അവിടുന്ന് വിജയത്തിൻ്റെ പരമോന്നതിയിലേക്ക് എത്തിക്കട്ടെ. ഈ രാത്രിയിൽ നിന്റെ എല്ലാ ദുഃഖവും വേദനയും മാനസിക പിരിമുറുക്കവും മാറ്റി കർത്താവ് നിന്നെ സന്തോഷം കൊണ്ട് നിറയ്ക്കട്ടെ. ദൈവത്തിൻ്റെ ആനന്ദവും സമാധാനവും അനുഭവിക്കാനും രുചിച്ചറിയാനും ഈ രാത്രിയിൽ അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം നിനക്കുണ്ടാകട്ടെ. ഈ രാത്രിയിൽ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും, ദുഷ്ടചിന്തകളിൽ നിന്നും, ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും, ദുസ്വപ്നങ്ങളിൽ നിന്നും, പൈശാചിക ആസക്തികളിൽ നിന്നും, പൈശാചിക തീരുമാനങ്ങളിൽ നിന്നും
കർത്താവ് നിന്നെയും നിൻ്റെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും രക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, സംരക്ഷിക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന എല്ലാ വ്യക്തികളിലേക്കും, കുഞ്ഞുമക്കളിലേക്കും, യുവതി യുവാക്കളിലേക്കും ഇത് അയച്ചു കൊടുക്കുക. എല്ലാ മാതാപിതാക്കളിലേക്കും അയച്ചു കൊടുക്കുക. വേദനയിലും വിഷമത്തിലും പരാജയഭീതിയിലുമായിരിക്കുന്ന എല്ലാവർക്കും ഇത് സന്തോഷത്തിന് കാരണമാകട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രഭാതത്തിൽ ആയുസ്സും ആരോഗ്യവും നൽകി കർത്താവ് നിങ്ങളെ കൈപിടിച്ച് ഉണർത്തട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.